മരണകാരണമായേക്കാവുന്ന നിരവധി മുറിവുകളാണ് സത്നസിംഗ് മാന്റെ ശരീരത്തിൽ കണ്ടെത്തിയത്. മൂർച്ചയുള്ള ഏതോ ആയുധം ഉപയോഗിച്ചുണ്ടായ മുറിവുകളാണിതെന്ന് പോലീസ് സംശയിക്കുന്നു. ശരീരമാസകലം മർദ്ദനമേറ്റ പാടുകളുണ്ട്. പല മുറിവുകളിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്ന മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സംഭവം അറിഞ്ഞ് ബീഹാറിൽ നിന്നും എത്തിയ ബന്ധുവിന്റെ സാന്നിധ്യത്തിലാണ് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. സത്നസിംഗിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് മർദ്ദനമേറ്റാണ് ഇയാൾ മരിച്ചതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. There was no marks on his body, not a single marks. And today, which I had seen, there are around 35 marks on his body. He was bitten by a rod, I think. അതേസമയം കൊല്ലം ജയിലിൽ കഴിഞ്ഞിരുന്ന ഇയാളെ ഓഗസ്റ്റ് 2-ന് പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടായിരുന്നില്ലെന്ന് ജില്ലാ ആശുപത്രി ആർഎംഒ ഇന്ത്യ വിഷനോട് പറഞ്ഞു. പേഷ്യന്റ് കൊണ്ടുവന്നത് പേഷ്യന്റ് വളരെ വയലൻ്റായ നിലയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ പേഷ്യന്റിനെ പിടിച്ച് കെട്ടി ഇവിടെ കൊണ്ടുവന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ അന്ന് ഡോക്ടർ ഹരീഷാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹരീഷ് ഡോക്ടർ ആംബുലൻസിൽ പോയി പേഷ്യൻറ്റിനെ നോക്കിയിട്ട് പേഷ്യൻറ്റിന് ഏതോ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞ് പേഷ്യൻ്റ് ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. അത്രയാണ് എനിക്ക് കിട്ടിയ വിവരം. അന്ന് പരിക്കുകളൊന്നും ഡോക്ടർ കണ്ടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ജയിലിൽ വെച്ച് അക്രമാസക്തനായതിനെ തുടർന്നാണ് ഇയാളെ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത്. തുടർന്ന് ആശുപത്രിയിലെ മറ്റു രോഗികളുമായി സംഘർഷമുണ്ടായതായി ആശുപത്രി സൂപ്രണ്ട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സംഭവത്തെക്കുറിച്ച് പേരൂർക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.